പ്രാചീന കേരളത്തിൻ്റെ വാസ്തുവിദ്യാ കുശലതയും കരിങ്കൽ പലകകളും സ്തൂപങ്ങളും സ്തംഭങ്ങളും ശ്രീകോവിൽ ഭിത്തിയിലുള്ള അതിവിശിഷ്ടങ്ങളായ ശില്പങ്ങളുമെല്ലാം കൊണ്ട് അതിമനോഹരമായ പ്രൗഢിയോടുകൂടി വശ്യതയോടുകൂടി ഏവരിലും അത്ഭുതം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പട്ടണത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര വഴിയിൽ ഒരു വലിയ ചിറയുണ്ട്. വേനൽക്കാലത്ത് പോലും പറ്റാത്ത തെളിനീരോട് കൂടിയുള്ള ആ ക്ഷേത്രം അഗസ്ത്യമുനി കുളിച്ചിരുന്ന പൊയ്കയായിരുന്നു എന്നും അതിനോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രമവുമുണ്ട്. ക്ഷേത്ര ഐതിഹ്യം എന്ന് പറയുന്നത് ബ്രഹ്മദേവൻ്റെ സന്തതികളായ സനകാദി മുനിമാർ സൂര്യഭഗവാന്റെ ചൂടിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സൂര്യഗോളം കടയുന്നു. ആ സമയത്ത് 3 ശിവലിംഗങ്ങൾ ഉണ്ടാവുന്നു. ബ്രഹ്മദേവൻ ആ ശിവലിംഗങ്ങൾ പൂജിക്കുന്നു. പിന്നീട് അത് പാർവതീ മാതാവിന് നൽകുന്നു. പാർവതീ മാതാവ് അന്നേരം തപസ്സനുഷ്ഠിച്ചിരുന്ന 3 രാജാക്കന്മാർക്ക് മാന്ധാതാവ്, മുചുകുന്ദൻ, ശതസോമൻ എന്നിവർക്ക് നൽകുന്നു. അവരാണ് പിന്നീട് അത് പൂജിക്കുന്നത്. ഒരിക്കൽ മഹാദേവൻ അരുളി ചെയ്യുന്നു, ഒരിക്കലും ഒരു ശവശരീരവും അടക്കം ചെയ്യാത്ത ഒരു സ്ഥലത്ത് ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ അവർക്ക് സർവൈശ്വര്യമുണ്ടാകും എന്ന്. പിന്നീട് അവർ ഭൂമിയിൽ അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അവസാനം ഒരു ചെറു തളിക മാത്രം വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്തുന്നു. അതാണ് സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഈ തളിപ്പറമ്പ്. അവിടെയാണ് പ്രതിഷ്ഠ നടത്തുന്നത്. കൃതയുഗത്തിൽ നടന്നു എന്ന് വിശ്വസിക്കുന്ന ഈ പ്രതിഷ്ഠാകർമ്മം ലോകത്തെ ആദ്യത്തേത് തന്നെ എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. കാലാന്തരത്തിൽ ഈ ജ്യോതിർലിംഗം താഴാൻ തുടങ്ങി. അന്നേരം ശതസോമ രാജാവ് അഗസ്ത്യമുനിയെ സഹായത്തിനായിട്ട് വിളിക്കുന്നു. അഗസ്ത്യ മഹർഷി വേദമന്ത്രം ചൊല്ലി 12 പ്രാവശ്യം ഭഗവാനെ നമസ്കരിക്കുന്നു, ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ചിട്ട്. 13ാമത്തെ തവണ നമസ്കരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഈ ശിവലിംഗം അവിടെ ഉറച്ചിരിക്കുന്നു അത്രേ. അന്നേരം അഗസ്ത്യ മഹർഷി കത്തിച്ചു വെച്ച നെയ്വിളക്കാണ് ഇന്നും കിടാവിളക്കായിട്ട് ശ്രീകോവിലിൽ തെളിയുന്നത് എന്നാണ് വിശ്വാസം. രാജാക്കന്മാരുമായിട്ടുള്ള ആ ഒരു ക്ഷേത്രബന്ധം പിന്നീടും തുടർന്നു വന്നു. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് ആനയെ നടക്കിരുത്തിയിട്ട് മാത്രമേ രാജപട്ടമണിയുന്ന രാജാവ് കിരീടമണിയാറുണ്ടായിരുന്നുള്ളൂ എത്രേ. പിൽക്കാലത്ത് നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിന് ജീർണോദ്ധാരണം പരശുരാമ മഹർഷി നിർവഹിച്ചു എന്നും പരശുരാമ മഹർഷിയുടെ അദൃശ്യ സാന്നിധ്യം ക്ഷേത്ര കവാടത്തിന് തൊട്ടുപുറത്ത് ഉള്ള കൊട്ടുംപുറത്തിൽ ഉണ്ട് എന്നുള്ളതൊരു വിശ്വാസമാണ്. രാജാക്കന്മാരുടെ കാലത്ത് കൊടുത്തിരുന്ന പട്ടും വളയും അത് വലിയൊരു അംഗീകാരമായിരുന്നല്ലോ. ആ അംഗീകാരം ഇവിടെ രാജരാജേശ്വരൻ്റെ പീഠത്തിൽ വെച്ച് പൂജിച്ച് രാജരാജേശ്വരൻ്റെ വീരശൃംഖല എന്നുള്ള രീതിയിലായിരുന്നു കലാകാരന്മാർക്കൊക്കെ നൽകിയിരുന്നത്. സാഹിത്യം, സുന്ദരകലകൾ തുടങ്ങിയ രംഗങ്ങളിലുള്ളവർക്കൊക്കെ വീരശൃംഖല നൽകിയിരുന്നു. അതിപ്പോഴും തുടർന്നു പോരുന്നുണ്ട്. അതുപോലെ രാവണവധത്തിന് ശേഷം അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴി ശ്രീരാമചന്ദ്ര ഭഗവാനും പരിവാരങ്ങളും ഈ ക്ഷേത്രം സന്ദർശിച്ചു എന്നും ശ്രീരാമചന്ദ്രൻ നമസ്കാര മണ്ഡപത്തിൽ കയറി നമസ്കരിച്ച് വന്ദിച്ചു എന്നതുകൊണ്ടും രാജരാജേശ്വര ക്ഷേത്ര മണ്ഡപത്തിലെ നമസ്കാര മണ്ഡപം പിന്നീട് ആരും തന്നെ ഉപയോഗിച്ചിട്ടില്ല അത്രേ. ഇവിടുത്തെ പ്രധാന പൂജകൾ എന്ന് പറയുന്നത് സന്താന സൗഭാഗ്യത്തിനായിട്ട് ക്ഷേത്ര പ്രദക്ഷിണം നടത്തുക. രാജരാജേശ്വര ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് തന്നെ വളരെ പ്രശസ്തമായ 2 ക്ഷേത്രങ്ങളുണ്ട്. ഏകദേശം 3-4 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം. ഈ 3 അമ്പലത്തിലും ഒരേ ദിവസം ദർശനം നടത്തുക എന്നുള്ള 3 അമ്പല ദർശനം ഇവിടെ വളരെ പ്രാധാന്യമുള്ളതാണ്. രാജരാജേശ്വര ക്ഷേത്ര വഴിയിലുള്ള ആ ചിറയിൽ കുളിച്ച് വന്ന് നെയ്യമൃത് സമർപ്പിച്ച് രാജരാജേശ്വരനെ തൊഴുക. ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തിൽ ധാരയും രുദ്രാഭിഷേകവും ചെയ്യുക. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം കൂടി നടത്തിയാൽ 3 അമ്പല ദർശനമായി. പ്രത്യേകിച്ച് സന്താന സൗഭാഗ്യത്തിനായിട്ടും അതുപോലെ ഗർഭവതികളായ സ്ത്രീകളും ഈ 3 അമ്പല ദർശനം നിർബന്ധമായി നടത്തണമെന്നൊരു വാമൊഴി ഈ നാട്ടിലുണ്ട്. കാരണം രാജരാജേശ്വരൻ കുഞ്ഞിന് പ്രതാപം നൽകും, വൈദ്യനാഥൻ ആയുരാരോഗ്യം നൽകും, ശ്രീകൃഷ്ണ ഭഗവാൻ മനോഗുണവും ഐശ്വര്യവും പ്രദാനം ചെയ്യും എന്നതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ശൈവപ്രതിഷ്ഠയാണ് എങ്കിലും ശിവരാത്രി, വിഷുവിനൊക്കെ ഇവിടുത്തെ പ്രധാനമെന്ന് പറയണത് തൃച്ചംബരത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ എഴുന്നള്ളിപ്പാണ്.
പിന്നെ ഭഗവാന്റെ കൂടെ പീഠത്തിലിരുത്തിയിട്ടുള്ള ശങ്കരനാരായണ പൂജയാണ് ഇവിടെ പ്രധാനം. അതുപോലെ ശിവന് പ്രാധാന്യമുള്ള മറ്റു പൂജകൾ, ധാരാരുദ്രാഭിഷേകം, അതൊക്കെ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുക വൈദ്യനാഥ ക്ഷേത്രത്തിലാണ്. കൃതയുഗത്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് നടന്നിരുന്ന ചില പ്രധാന യാഗങ്ങൾ, ആ യാഗങ്ങളുടെ അഗ്നികുണ്ഠം നിലനിന്നിരുന്ന സ്ഥലത്താണത്രേ ഈ 3 ക്ഷേത്രവും ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അതായത് ക്ഷേത്ര ചൈതന്യത്തിൽ അഗ്നിക്ക് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. അതിൽ തന്നെ ഹോമകുണ്ഡങ്ങളെയാണ് ഈ ഗാർഹപത്യാഗ്നി, ആവഹനീയാഗ്നി, ദക്ഷിണാഗ്നി എന്നൊക്കെ പറയാം. അതിനനുസരിച്ചിട്ടാണ് ശ്രീകോവിലിൻ്റെ മാതൃക ഉണ്ടാവുക. സർക്കിളാണെങ്കിൽ ഗാർഹപത്യാഗ്നി, ചതുരമാണെങ്കിൽ ആവഹനീയാഗ്നി, അങ്ങനെ. അപ്പം ആ ഗാർഹപത്യാഗ്നി കുണ്ഠം നിലനിന്നിരുന്ന സ്ഥലത്താണ് തളിപ്പറമ്പ് ക്ഷേത്രം. അതുപോലെ മറ്റ് 2 ഭാഗങ്ങളാണ് തൃച്ചംബരവും കാഞ്ഞിരങ്ങാട് ക്ഷേത്രവും എന്നുകൂടി ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. ക്ഷേത്രത്തിൽ നെയ്യ് മാത്രമാണ് ഉപയോഗിക്കുക. നെയ്യമൃത് വെച്ചിട്ട് വേണം ഭഗവാനെ തൊഴാനായിട്ട്. പ്രത്യേകിച്ച് വൈകുന്നേരം അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അകത്ത് കയറി ഭഗവാനെ തൊഴാൻ സാധിക്കുള്ളൂ. ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത്. പ്രത്യേകിച്ച് ഓരോ പൂജയ്ക്കും ഒരുപാട് ചടങ്ങുകളാണ്. ഭഗവാന്റെ പ്രതിഷ്ഠ തന്നെ രാജകീയ പ്രൗഢിയോടുകൂടിയ മഹാരാജാവായിട്ടിരിക്കുന്ന മഹാലിംഗമാണ്. വലിയ പ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ ഇവിടെ പൂജകളൊക്കെ നിന്നുകൊണ്ടായിരിക്കാം ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അകത്ത് കയറി തൊഴുതാൽ മാത്രമേ ഭഗവാനെ പൂർണ്ണമായും ദർശിക്കാൻ സാധിക്കുള്ളൂ. പുറത്തു നിന്ന് തൊഴുമ്പോൾ ഭഗവാനെ കാണാനായിട്ട് നമ്മൾ അവിടെ പടിയിൽ ഇരുന്ന് വേണം തൊഴാനായിട്ട്, എങ്കിലേ കാണാൻ സാധിക്കുള്ളൂ. ശരിക്കും ഭഗവാനെ കാണുമ്പോൾ നമുക്ക് രാമായണത്തിലെ വരികൾ ഓർമ്മ വരും കേട്ടോ. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം. ശരിക്കും അതുപോലെ കൈലാസവതിയായിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. സ്ത്രീകൾക്ക് അത്താഴപൂജയ്ക്ക് ശേഷം മാത്രമേ അകത്ത് കയറി തൊഴാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. രാവിലെ 5 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം അത്താഴ പൂജ വരെ ഭഗവാൻ ത്രിലോകങ്ങളെയും ഭരിക്കുന്ന രാജാതിരാജനായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും ആ സമയത്ത് അകത്തേക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത്. അത്താഴ പൂജയ്ക്ക് ശേഷം, അതായത് 7 മണിക്ക് ശേഷം ഭഗവാൻ പാർവതീ സമേതനായിട്ടിരിക്കുന്ന രൂപമാണ്. ആ സമയത്ത് നമുക്ക് ഭഗവാന് നെയ്യമൃത് സമർപ്പിച്ചുകൊണ്ട് ദർശനം നടത്താം. പാർവതി മാതാവും കൂടെ ഉള്ളത് കൊണ്ട് പാർവതി പ്രീതിക്കായിട്ടും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയും പാർവതി മാതാവിൻ്റെ കൂടെ ഉണ്ട് എന്നാണ്. അപ്പോൾ കുടുംബ ഭദ്രതയ്ക്കായിട്ടും ഐശ്വര്യത്തിനായിട്ടൊക്കെ വിശേഷാൽ പൂജയായിട്ട് ഈ നെയ്യമൃതിൻ്റെ കൂടെ സ്വർണ്ണപ്പട്ടവും സ്വർണ്ണ താലിയും കൂടെ വെച്ച് നമുക്ക് സമർപ്പിക്കാം. 5 രൂപയാണ് നെയ്യമൃതന്. 5 രൂപയ്ക്ക് നമുക്ക് നെയ്യ് നിറച്ച ഒരു ഭദ്രമായി അടച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ ഒരു മൺകുടം, അതാണ് കിട്ടുക. അതിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മൾക്ക് ഈ പട്ടും താലിയും വെച്ച് ഭഗവാനെ സമർപ്പിക്കേണ്ടത്. പാർവതി മാതാവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും കൂടെ തന്നെ സുബ്രഹ്മണ്യനുണ്ട്, വലതുഭാഗത്ത് ഗണപതിയുമുണ്ട്. നാലമ്പലത്തിന് പുറത്തായിട്ട് ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ട്. ഈ ഗംഗാജലമാണ് പൂജകൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാന്റെ ശിരസിലുള്ളത് യഥാർത്ഥമായ ചന്ദ്രക്കലയാണത്രേ. സാധാരണ നമ്മൾ കാണുന്നത് സ്വർണം കൊണ്ടോ അല്ലെങ്കിൽ വെള്ളി കൊണ്ടോ ഉണ്ടാക്കിയതാണല്ലോ. ഇതങ്ങനെയല്ല. ഇവിടുത്തെ വിശേഷാൽ പൂജകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സന്താന സൗഭാഗ്യത്തിനായിട്ട് ക്ഷേത്ര പ്രദക്ഷിണവും ഈ 3 അമ്പല ദർശനവുമാണ് പ്രധാനം. അതുപോലെ അപസ്മാരം പോലെയുള്ള രോഗങ്ങൾക്ക്, മാറാ രോഗങ്ങൾക്കൊക്കെ ഇവിടെ പ്രധാനം ശയന പ്രദക്ഷിണമാണ്. സർവാഭീഷ്ട സിദ്ധിക്കായിട്ട്, അതുപോലെ നമ്മുടെ പൂർവ്വജന്മ പാപങ്ങളൊക്കെ കുറയാനായിട്ട് നമുക്ക് നെയ്യ് നിറച്ച സ്വർണ്ണക്കുടം അല്ലെങ്കിൽ നെയ്യ് നിറച്ച വെള്ളിക്കുടമൊക്കെ ഭഗവാന് സമർപ്പിക്കാം. ഒരുപാട് ചടങ്ങുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ സമർപ്പണം. വിശിഷ്ടമായ ഫലവും സുനിശ്ചിതമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷാൽ പൂജ എന്ന് പറയുന്നത് വേദമന്ത്രം ജപിച്ചുകൊണ്ടുള്ള അശ്വമേധ നമസ്കാരമാണ്. ഐതിഹ്യത്തിൽ പറഞ്ഞല്ലോ അഗസ്ത്യ മഹർഷി ചെയ്ത നമസ്കാര പൂജ, അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന പൂജ. അതുപോലെ യാമ നമസ്കാരമുണ്ട്, രുദ്ര നമസ്കാരമുണ്ട്. ഇതൊക്കെ തന്നെ വിശേഷാൽ പൂജകളാണ്. നമസ്കാര പൂജയുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന മറ്റൊരു കഥ കൂടിയുണ്ട്. 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. തൃശ്ശൂർ വടക്കുന്നാഥൻ ഭഗവാന്റെ ശിരസ്സായതുകൊണ്ട് അവിടെ നെയ്യഭിഷേകം പ്രധാനമെന്നും
മലപ്പുറത്തുള്ള തൃക്കണ്ടിയൂരപ്പൻ ഭഗവാന്റെ വയറുഭാഗമായതുകൊണ്ട് അവിടെ അപ്പനിവേദ്യമാണ് പ്രധാനമെന്നും, തളിപ്പറമ്പിൽ ഭഗവാന്റെ പാദമായതുകൊണ്ട് ഇവിടെ നമസ്കാര പൂജയാണ് പ്രാധാന്യമെന്നുകൂടി പറയപ്പെടുന്നുണ്ട്. അതുപോലെ മറ്റൊരു വിശേഷാൽ പൂജയാണ് ആനയെ നടക്കിരുത്തുക എന്നുള്ളത്. ഒരുപക്ഷെ ഏവരും കേട്ടിരിക്കാം. 2008 തോന്നുന്നു ശ്രീ യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രി ആയതോടുകൂടി അദ്ദേഹം ഇവിടെ സ്വർണ്ണക്കുടം സമർപ്പിക്കുകയും ആനയെ നടക്കിരുത്തുകയൊക്കെ ചെയ്തിരുന്നു. ആ ആനയാണ് ഇപ്പോഴും ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ആനയുണ്ടെങ്കിലും ക്ഷേത്രത്തിൽ ശീവേലിയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ പ്രതിഷ്ഠാ ദിനം നടന്നത് ഒരു ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ദർശന ദിവസമായിട്ട് ബുധനാഴ്ചയാണ് കണക്കാക്കുന്നത്. ബുധനാഴ്ച ദിവസം കൂടുതലും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെയുള്ള ഭക്തജന തിരക്കാണ്. പ്രതാപവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന മഹാതമ്പുരാനാണ് ഇവിടുത്തെ ഭഗവാൻ. അതുകൊണ്ട് തന്നെ കൂടുതലും സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയക്കാരൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അന്നേ ദിനം. മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള സാക്ഷിമണിയാണ്. പണ്ട് കാലങ്ങളിൽ, പ്രത്യേകിച്ച് രാജഭരണ കാലത്തൊക്കെ അത്യാഹിതം സംഭവിക്കുമ്പോഴും അല്ലെങ്കിൽ വിളംബരം ചെയ്യാനൊക്കെ കൂട്ടമണി എടുക്കാറുണ്ടായിരുന്നു അത്രേ. ആ കൂട്ടമണിനാദം കേൾക്കുമ്പോൾ ആ ദേശക്കാരും മുഴുവൻ ജാതി മതഭേദമന്യേ ഇവിടെ സന്നിഹിതരാവുമായിരുന്നു എന്നാണ്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ കൊടിമരം നമുക്ക് കാണാൻ സാധിക്കില്ല. മൂലഭണ്ഡാരം എന്ന് കാണുന്ന സ്ഥലത്ത് ഭൂമിക്കടിയിലാണത്രേ ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. തുളസിയാണ് ഇവിടുത്തെ പ്രധാന അർച്ചനാ പുഷ്പം. വളരെ വിശാലമായ, വളരെ ഉയരത്തിലുള്ള കോട്ടമതിലുകളോട് കൂടിയ അതിമനോഹരമായ ഈ ക്ഷേത്രം ഏവർക്കും മനം കുളിർപ്പിക്കുന്നതാണ്. TTK ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ തന്നെ താമസ സൗകര്യവുമുണ്ട്. തീവണ്ടി മാർഗം നമുക്ക് കണ്ണൂർ വഴി വരാം, പയ്യന്നൂർ വഴി അല്ലെങ്കിൽ പഴയങ്ങാടിയൊക്കെ ഇറങ്ങി ഇവിടെ എത്തിച്ചേരാം. എല്ലാവർക്കും ക്ഷേത്രം സന്ദർശിക്കാനും സർവ്വ ഐശ്വര്യങ്ങളും നേടാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.